കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഞാൻ മക്കളെയും കൂടെ കൂട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് മുതിർന്നു കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചു. റൂം വൃത്തിയാക്കാനാണെങ്കിലും പാചകമാണെങ്കിലും അത്യാവശ്യം വിശക്കുമ്പോൾ എന്തുണ്ടാക്കി കഴിക്കണം എന്നുള്ളത് തന്നെ അവരുടെ തീരുമാനങ്ങളായി. കാരണം അത്യാവശ്യം എല്ലാം ചെയ്യാനായിട്ട് ഇപ്പോൾ അവർക്കറിയാം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ കൂടെ ചേർത്ത് നിർത്തി നമ്മുടെ ബുദ്ധിമുട്ടുകളിലും സന്തോഷങ്ങളിലും ഒക്കെ അവരെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ കുട്ടികൾ തന്നെ പഠിക്കുന്ന കേട്ടോ. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണേലും നല്ലത് എല്ലാം കണ്ട് തന്നെ അവർ പഠിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോലും വിശക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ച് അതുകൂടി ഉണ്ടാക്കി തരാനായിട്ട് എൻ്റെ ചെറിയ മോനിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ ആളെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവൻ പുറത്താണ്. അപ്പോൾ അവനും ഒറ്റയ്ക്കായിരുന്നപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ, കാരണം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വീട്ടിലില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടാക്കി കഴിക്കാനൊക്കെ പഠിച്ചു. ഈ റൂം അവൻ്റെയാണ്. ഈ ഷൂ അവൻ ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയതാട്ടാ. അവൻ്റെ ചേട്ടനാണത് വാങ്ങിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് അവൻ്റെ റൂമിൽ അത്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന സാധനങ്ങളാണ് ഈ റൂമിൽ അവൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആവശ്യങ്ങൾ അറിഞ്ഞ് മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് എന്തും വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഒരുപാടായി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ ഒന്നും വില അറിഞ്ഞ് അവർ വളരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം ഒരുപാടൊന്നും സാധനങ്ങൾ നമ്മൾക്കൊന്നും ആരും വാങ്ങി തന്നിട്ടില്ല. അപ്പോൾ മേടിച്ച സാധനങ്ങളിലേക്ക് വില നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോഴും മക്കളെയും ഞാൻ അങ്ങനെയൊക്കെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഈ ഫലൂഡ ഉണ്ടാക്കിയത് അവനാട്ടോ, സേമിയ ഫലൂഡ. പക്ഷെ നല്ല ടേസ്റ്റാണ്. മധുരം അധികം ചേർത്തില്ല, ഹണിയാണ് ചേർത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അധികം മധുരം ഇഷ്ടമില്ല, ഗോപന് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ഇത്തിരി ഹണിയൊക്കെ ചേർത്താണ് കഴിച്ചത്. അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.